ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. കുട്ടികളെ, ഇന്ന് നമ്മൾ നമ്മുടെ സിസ്റ്റംസ് ഫിസിയോളജി പ്ലാന്റ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിലെ ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട എക്സ്പെരിമെൻറ്റുകളും അതിൻ്റെ ഉള്ളിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നതിൻ്റെ ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും അല്ലേ? അതിൻ്റെ അകത്തെ റിയാക്ഷൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രോഡക്റ്റും ബൈ പ്രോഡക്റ്റും ഏതൊക്കെയാണ്, അതിൻ്റെ ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും ഏതൊക്കെയാണ്, ലൈറ്റ് ഫേസിലെ ATP യും NADPH-ഉമാണ് ഡാർക്ക് ഫേസിലേക്ക് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അറിയാം എന്ന വിശ്വാസത്തിൽ നമ്മൾ ഫോട്ടോസിന്തസിസിലെ ചില പ്രധാനപ്പെട്ട എക്സ്പെരിമെൻറ്റുകളും അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. സോ കീ എക്സ്പെരിമെൻറ്റ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചില പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ അതിനെക്കുറിച്ച് പഠനം നടത്തിയ ആൾക്കാരും അവരെന്താണ് ചെയ്തത് എന്നുമൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. ഏർലി ഡിസ്കവറീസ്. 1771 ജോസഫ് പ്രീസ്ലിയാണ് ഈ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു സംഗതി കണ്ടുപിടിക്കുന്നത് ഇല്ലേ? അത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ പല സ്ഥലങ്ങളിലും പഠിച്ചതാണ്. അദ്ദേഹം മിന്റ് ചെടി ഉപയോഗിച്ച് അദ്ദേഹം എന്തെന്നറിയാമോ, ഒരു ഗ്ലാസ് വെച്ച് അടച്ചു വെച്ചിരിക്കുന്ന രീതിയിൽ, ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഗ്ലാസ് വയ്ക്കുകയും അതിൻ്റെ അകത്ത് ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓക്സിജൻ കട്ടായി കഴിഞ്ഞാൽ മെഴുകുതിരി കത്തില്ല എന്നറിയാം. പക്ഷെ അതിൻ്റെ സൈഡിൽ ഒരു മിന്റ് ചെടിയും കൂടെ വെച്ചപ്പോൾ പ്രീസ്ലിക്ക് മനസ്സിലായി ഈ മെഴുകുതിരി അണയുന്നില്ല. കാരണം തൊട്ട് സൈഡിലെ മിന്റ് ചെടി എന്ത് ചെയ്യുന്നു എന്നറിയാമോ? അത് ഓക്സിജനെ പുറത്ത് വിടുന്നുണ്ട്. ആ ഓക്സിജനെ ഉപയോഗിച്ചിട്ടാണ് ആ മെഴുകുതിരി എരിയുന്നത്. ഇല്ലെങ്കിൽ വെറുതെ ഒരു ഗ്ലാസ് എടുത്ത് ഒരു തീയുടെ പുറത്തുകൂടെ വെച്ചാൽ അത് കെട്ടുപോകാനാണ് സാധ്യത അല്ലേ? പക്ഷെ ഇവിടെ മിന്റ് ചെടിയുടെ സാന്നിധ്യത്തിൽ ആ ഫ്ലാസ്ക് വെച്ച് അടച്ചാൽ പോലും മെഴുകുതിരി അണയുന്നില്ല. ഇതിൻ്റെ കാരണം പ്രീസ്ലിക്ക് മനസ്സിലായി, തീർച്ചയായിട്ടും ഈ ചെടി ഓക്സിജനെ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മെഴുകുതിരി കെടാതെ അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ജോസഫ് പ്രീസ്ലി ഡിസ്കവർ ചെയ്യുന്നത് പ്ലാന്റ്സ് റിലീസസ് ഓക്സിജൻ. അങ്ങനെയാണ് സസ്യങ്ങൾ ഓക്സിജനെ റിലീസ് ചെയ്യുന്നു എന്ന് ജോസഫ് പ്രീസ്ലി കണ്ടെത്തിയത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ആ മിന്റ് ചെടി ഉപയോഗിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഓക്സിജനെ റിലീസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇത് 1771 കാര്യമാണ്. ഇനി 1779 കാര്യമാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ജാൻ ഇഞ്ചൻഹൗസ് എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാവോ? ഇദ്ദേഹം ലൈറ്റ് ഫോട്ടോസിന്തസിസിന് വളരെ അത്യാവശ്യമാണ് എന്ന് പ്രൂവ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ ഇഞ്ചൻഹൗസ് ആണ് എന്ത് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസിന് പ്രകാശം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് എന്നത് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇത് പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല വ്യക്തികളായിട്ടാണ് ഇതിൻ്റെ ഓരോരോ ഫോട്ടോസിന്തസിസിലെ ഓരോരോ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലേ? അതിൽ പ്ലാന്റ്സ് ഓക്സിജനെ റിലീസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് ജോസഫ് പ്രീസ്ലിയാണ്. ഫോട്ടോസിന്തസിസ് നടക്കാൻ ഉള്ള പ്രധാന ഒരു കാരണം പ്രകാശമാണ്. പ്രകാശമില്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കില്ല എന്ന് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ജാൻ ഇഞ്ചൻഹൗസ് ആണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻസിലൂടെയാണ് ജാൻ ഇഞ്ചൻഹൗസ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കൂ എന്ന് കണ്ടുപിടിക്കുന്നത്. ലേറ്റർ സയൻറ്റിസ്റ്റ്, പിന്നീട് വന്ന ആൾക്കാർ ഈ കാർബൺ ഡയോക്സൈഡിൻ്റെയും വെള്ളത്തിൻ്റെയും റോൾ എന്താണ് ഫോട്ടോസിന്തസിസിൽ എന്ന് കണ്ടുപിടിച്ചു അല്ലേ? നമുക്കറിയാം, നമ്മുടെ ഫോട്ടോസിന്തസിസിലെ ഡാർക്ക് ഫേസിൽ കാർബൺ ഡയോക്സൈഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? വലിച്ചെടുക്കുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് അവിടെ ഒരു കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് റെഡ്യൂസിങ് പവേഴ്സായ ATP-യെയും NADPH-നെയും ഒക്കെ ലൈറ്റ് ഫേസിൽ നിന്നും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഈ ലൈറ്റ് ഫേസിൽ തന്നെ ഫോട്ടോ സിസ്റ്റം 2വുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ ഓഫ് വാട്ടർ. വെള്ളത്തിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഫോട്ടോ സിസ്റ്റത്തിലെ റിയാക്ഷൻ സെൻറ്ററിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഇലക്ട്രോൺസിനെ റിപ്ലനിഷ് ചെയ്യാൻ പറ്റുക. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇങ്ങനെ വെള്ളം എന്ന് പറയുന്നതും ഇവിടെ എന്ത് റോളാണ് വഹിക്കുന്നത് എന്നുള്ളത്
പിന്നീടുള്ള സയൻറ്റിസ്റ്റുമാരാണ് അതിനെക്കുറിച്ച് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം വെള്ളത്തിൽ നിന്നാണ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് എന്ന്. എസ്റ്റാബ്ലിഷ് ദാറ്റ് കാർബോഹൈഡ്രേറ്റ്സ് പ്ലസ് ഓക്സിജൻ ആർ പ്രോഡക്ട്സ്, അല്ലെ, അതായത് ഒരു ഫോട്ടോസിന്തസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് കാർബോഹൈഡ്രേറ്റ്സും ഓക്സിജനുമാണെന്ന് പിന്നീട് കണ്ടുപിടിച്ചു. പക്ഷെ നമുക്കറിയാം ഓക്സിജൻ ടെക്നിക്കലി പ്രോഡക്റ്റ് അല്ല, ഓക്സിജൻ ടെക്നിക്കലി ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്, അല്ലെ. ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്, അതൊരു പ്രോഡക്റ്റ് അല്ല എന്നുള്ളത് നമുക്കറിയാം. ആക്ച്വൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അടുത്തത് 19th സെഞ്ചുറിയുടെ അവസാനത്തോടു കൂടിയാണ് ഈ ഫോട്ടോസിന്തസിന്റെ ആ ഓവറോൾ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ആ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? 6CO2 plus 6H2O in the presence of light will produce C6H12O6, നമ്മുടെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, പ്ലസ് 6O2. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ CO2 അല്ലെങ്കിൽ നമ്മുടെ 6CO2 പ്ലസ് 6H2O, 6 കാർബൺ ഡൈ ഓക്സൈഡും 6 വെള്ളവും കൂടെ ചേരുമ്പോൾ, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ, ചേരുമ്പോഴെന്ന് പറയുന്നത് തെറ്റാണ്, ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഒരു മോളിക്യൂൾ ഷുഗറും പ്ലസ് 6 മോളിക്യൂൾ ഓക്സിജനും ഇവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് 19th സെഞ്ചുറിയുടെ അവസാനത്തോടു കൂടിയാണ് ഈ ഒരു റിയാക്ഷൻ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാൾ വന്നിട്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിരിക്കുന്ന ഒരു പ്രതിഭാസമല്ല. ഇത് പലരും പല രീതിയിൽ പല ഘട്ടങ്ങളിൽ പല കോൺട്രിബ്യൂഷൻസ് നടത്തി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ആശയമാണ്. ഫോട്ടോസിന്തസിസ് ആസ് റിഡോക്സ് പ്രോസസ്. സുഹൃത്തുക്കളെ, അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഇതൊരു റിഡോക്സ് പ്രോസസ്സാണ്, അല്ലേ. റിഡക്ഷനും ഓക്സിഡേഷനും റിയാക്ഷൻസ് നിരവധിയായിട്ട് നടക്കുന്ന ഒരു റിഡോക്സ് പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് ഫിക്സ് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഓക്സിജനെ ഓക്സിഡൈസ് ചെയ്തിട്ടാണ് നമ്മുടെ വാട്ടറിനെ ഓക്സിഡൈസ് ചെയ്തിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനെയൊക്കെ പുറത്ത് വിടുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഇടയിൽ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിലൂടെ നിരവധി റിഡോക്സ് റിയാക്ഷൻസ് വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1920s CB വാൻ നീൽ അദ്ദേഹം ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിൽ ചില പഠനങ്ങൾ നടത്തി. ഓക്കെ, അദ്ദേഹം ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിൽ ചില പഠനങ്ങൾ നടത്തി. ആര്? CB വാൻ നീൽ. He showed that bacteria do not release oxygen during photosynthesis. ബാക്ടീരിയകൾ ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ ഓക്സിജനെ റിലീസ് ചെയ്യുന്നില്ല എന്ന് വാൻ നീൽ കണ്ടെത്തി. അപ്പോൾ ഇതിൽ നിന്നും ഉള്ള ഒരു കൺക്ലൂഷൻ, ഫോട്ടോസിന്തസിസ് ഇസ് എ റിഡോക്സ് റിയാക്ഷൻ, അതായത് ഓക്സിഡേഷനും റിഡക്ഷനും അടങ്ങിയിരിക്കുന്ന ഒരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെന്റിലൂടെ ബാക്ടീരിയകൾ ഓക്സിജനെ പുറത്തേക്ക് വിടുന്നില്ല ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ എന്ന് മനസ്സിലാക്കി. അതിൽ നിന്നും അദ്ദേഹത്തിന് ചില ഐഡിയാസ് കിട്ടി. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്, അതായത് ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസിൻ്റെ ഒരു പരമ്പരയാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് CB വാൻ നീലാണ്. ദിസ് ഐഡിയ ബിക്കെയിം എ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് റിസർച്ച്. അപ്പോൾ ഈ ഒരു കണ്ടുപിടുത്തം, ഇതൊരു റിഡോക്സ് പ്രോസസ്സാണ് എന്നൊരു കണ്ടുപിടുത്തം തുടർന്നുള്ള ഫോട്ടോസിന്തസിസ് പ്രോസസ്സിൻ്റെ അതിൻ്റെ മിസ്റ്ററി അൺകവർ ചെയ്യാൻ ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് ഫോട്ടോസിന്തസിസ് ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സാണ് എന്ന് പറയുന്നത് CB വാൻ നീലാണ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ആക്ഷൻ സ്പെക്ട്ര ഓഫ് പിഗ്മെന്റ്സ്. നമ്മുടെ നെറ്റിൻ്റെ എക്സാമിൽ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് ഈ ആക്ഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ ഈ ആക്ഷൻ സ്പെക്ട്ര? ആക്ഷൻ സ്പെക്ട്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ഓക്സിജൻ എവല്യൂഷൻ നടക്കുമ്പോൾ ഏത് വേവ് ലെങ്ത്തിലാണ് അബ്സോർബൻസ് നടക്കേണ്ടത്. അതായത് ഫോട്ടോസിന്തസിസ് വഴി മാക്സിമം ഓക്സിജൻ റിലീസ് ചെയ്യാൻ വേണ്ടി ഏത് വേവ് ലെങ്ത്തിലാണ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യേണ്ടത്. ഇതിനെയാണ് ആക്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അബ്സോർബൻ സ്പെക്ട്രം വേറെയാണ്, അതായത് ഏത് വേവ് ലെങ്ത്തിൽ പിഗ്മെന്റ്സ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, ഇതാണ് അബ്സോർബൻ സ്പെക്ട്രം. എന്നാൽ ആക്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ഓക്സിജൻ ഈൽഡ് കിട്ടാൻ വേണ്ടി ഏത് വേവ് ലെങ്ത്തിലാണ് അബ്സോർപ്ഷൻ നടക്കേണ്ടത്, അതാണ് ആക്ഷൻ സ്പെക്ട്രം. ഓക്കെ, ദ റെസ്പോൺസ് ഓഫ് ഫോട്ടോസിന്തസിസ് വേഴ്സസ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഏത് വേവ് ലെങ്ത്തിലെ ലൈറ്റിനെ അബ്സോർബ് ചെയ്താൽ മാക്സിമം ഓക്സിജൻ പുറത്തേക്ക് വിടും. അപ്പോൾ ഒബ്വിയസ്ലി ഓക്സിജൻ്റെ റിലീസ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസിൻ്റെ ഒരു കപ്പാസിറ്റി ആയിട്ട് ഇവിടെ ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്.
എക്സാമ്പിൾ, മെഷറിംഗ് ഓക്സിജൻ എവല്യൂഷൻ അറ്റ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. പല വേവ് ലെങ്തിലുള്ള ലൈറ്റ്സ് അബ്സോർപ്ഷൻ നോക്കി എത്ര ഓക്സിജൻ ആണ് ഇവോൾവ് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ അവിടെ ഒരു ഡയഗ്രാം ഇവിടെ കാണുന്നുണ്ട്, നോക്കിക്കേ. ഇവിടെ അബ്സോർപ്ഷൻ സ്പെക്ട്രവും ആക്ഷൻ സ്പെക്ട്രത്തിൻ്റെയും ഡയഗ്രാം നിങ്ങൾക്ക് ഇവിടെ കാണാം. അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് മാക്സിമം അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത് എത്രയെന്നാണ്. പക്ഷെ അവിടെ തന്നെ മാക്സിമം ഓക്സിജൻ ഈൽഡ് കിട്ടണമെന്നില്ല, ഇല്ലേ? അങ്ങനെ ഒരു ഈൽഡ് വരണമെന്നില്ല. ഇപ്പോൾ നിങ്ങളതെ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോക്കിയാൽ ഇവിടെ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് കൂടി നിൽക്കുകയാണ്. പക്ഷെ അവിടെ അത്രയും എന്തില്ല, അത്രയും ഓക്സിജൻ ഈൽഡ് ഇല്ല. എന്നാൽ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തെ അതേ ലെവലിൽ തന്നെയാണ് ആക്ഷൻ സ്പെക്ട്രവും നിൽക്കുന്നത്. അതായത് മാക്സിമം അബ്സോർപ്ഷൻ അവിടെ നടന്നു, മാക്സിമം ഈൽഡും കിട്ടി. പക്ഷെ തൊട്ടിപ്പുറത്തെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ അബ്സോർപ്ഷൻ നടന്നെങ്കിലും അത്രയും ഈൽഡ് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ അതൊരു ബ്ലൂ റീജിയണിലാണ് സംഭവിക്കുന്നത്. റെഡ് റീജിയണിലേക്ക് വന്നപ്പോഴോ, വീണ്ടും ഒരു പീക്ക് കാണിച്ചിരിക്കുകയാണ്. അവിടെ മാക്സിമം അബ്സോർപ്ഷനും അവിടെ തന്നെ മാക്സിമം ഓക്സിജൻ ഈൽഡും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് ആക്ഷൻ സ്പെക്ട്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാം ഈ ഫോട്ടോസിന്തസിസ് നടക്കാൻ ഏറ്റവും അനുയോജ്യമായ വെളിച്ചം എന്ന് പറയുന്നത് ബ്ലൂവും റെഡുമാണ്. റെഡിന്റെ വേവ് ലെങ്ത് കൂടുതലാണ്, എനർജി കുറവാണ്. ബ്ലൂ എന്ന് പറയുന്നതിന്റെ വേവ് ലെങ്ത് കുറവാണ്, അതുകൊണ്ട് എനർജി കൂടുതലാണ്. ബ്ലൂ ആണ് ഈ റിയാക്ഷൻ സെന്ററിലെ ക്ലോറോഫിലിനെ ഏറ്റവും ഹയസ്റ്റ് എനർജി സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നത്. റെഡും എത്തിക്കും, പക്ഷെ റെഡ് ഒരു ലോവസ്റ്റ് എനർജി സ്റ്റേറ്റിലേക്കാണ് എത്തിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് കണ്ടിട്ടുള്ള ഏരിയകളാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ആ വിബ്ജിയോറിന്റെ സ്പെക്ട്രത്തിൽ വേറെ ഒരിടത്തും പീക്കില്ല. ആ ബ്ലൂ റീജിയണിലും റെഡ് റീജിയണിലും മാത്രമേ പീക്കുള്ളൂ. ബാക്കി അതിന്റെ ഇടയിൽ ഒരിടത്തും പീക്ക് വരാത്തതിന്റെ കാരണം അതാണ്. അവിടെ ഒന്നും എന്ത് നടക്കുന്നില്ല, ബാക്കി കളേഴ്സ് ഉള്ള ലൈറ്റിലൊന്നും ഫോട്ടോസിന്തസിസ് അത്ര നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പോൾ അത് നമുക്ക് ഡയഗ്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കണം. നമുക്കറിയാം നെറ്റിന്റെ എക്സാം എന്ന് പറയുമ്പോൾ ഡയഗ്രംസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പോൾ ആക്ഷൻ സ്പെക്ട്ര എന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ലേറ്റ് 1800s അവസാനത്തോടു കൂടി TW എംഗൽമാൻ്റെ എക്സ്പെരിമെന്റ് വന്നു. കൂട്ടത്തിലെ എംഗൽമാൻസ് എക്സ്പെരിമെന്റ് എന്തായിരുന്നു? കൂട്ടത്തിലെ എംഗൽമാൻ ഒരു പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. He used prism to disperse sunlight into algal filaments. ഇദ്ദേഹം ഒരു ആൽഗയെ എടുത്തു. ഓക്കെ, ആൽഗൽ ഫിലമെന്റിനെ എടുത്തു. എന്നിട്ട് ഒരു പ്രിസം ഉപയോഗിച്ച് ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ ആൽഗൽ ഫിലമെന്റിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ പ്രിസം ഉപയോഗിക്കുമ്പോൾ എന്താണ്, നമ്മുടെ നോർമൽ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് വിബ്ജിയോർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരും. എന്നിട്ട് ഈ വിബ്ജിയോർ ലൈറ്റിനെ ആ ഫിലമെന്റിൽ നൽകി. ഓക്കെ, ഇങ്ങനെ നൽകിയപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതായത് ബ്ലൂ ലൈറ്റ് തട്ടിയ ഫിലമെന്റിന്റെ ആൽഗയുടെ ഭാഗം കൂടുതൽ ഫോട്ടോസിന്തസിസ് കാണിക്കും. റെഡ് ലൈറ്റ് വീഴുന്ന ആൽഗയുടെ ഫിലമെന്റിന്റെ ഭാഗവും കൂടുതൽ ഫോട്ടോസിന്തസിസ് കാണിക്കും. ബാക്കി ലൈറ്റുകൾ വീഴുന്ന ഭാഗത്ത് ഫോട്ടോസിന്തസിസ് കുറവായിരിക്കും. ഇതാണ് അവിടെ തെളിയിക്കുന്നത്. പക്ഷേ ഇത് തെളിയിക്കാൻ എന്ത് ചെയ്തു? കുട്ടികളെ, ഇത് തെളിയിക്കാൻ വേണ്ടി എന്താ ചെയ്തത് അദ്ദേഹം? അവിടെ ഓക്സിജൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നല്ലേ തെളിയിക്കേണ്ടത്? ആ ബ്ലൂ റീജിയൻ വീഴുന്ന സ്ഥലത്തും റെഡ് റീജിയൻ വീഴുന്ന സ്ഥലത്തും ഓക്സിജൻ കൂടുതൽ വരുന്നുണ്ടെന്ന് തെളിയിക്കണ്ടേ? ഓക്സിജനെ എങ്ങനെ മെഷർ ചെയ്യും? അതിന് അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാമോ? ഓക്സിജൻ സീക്കിംഗ് ബാക്ടീരിയകളെ അദ്ദേഹം ഉപയോഗിച്ചു. അപ്പൊ എവിടെ ഓക്സിജൻ ഉണ്ടോ അവിടെ ഈ ബാക്ടീരിയകൾ കൂട്ടമായിട്ട് കിടക്കും. ഓക്കെ, അതായത് എവിടെ ക്ലോറോഫില് ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന്തസിസ് നടത്തുന്നോ അവിടെ ഓക്സിജൻ എവല്യൂഷൻ ഉണ്ടാകും. ആ ഏരിയയിൽ മാത്രം ബാക്ടീരിയകൾ ക്ലംപ് ചെയ്ത് കിടക്കും. അപ്പൊ ഇങ്ങനത്തെ എക്സ്പെരിമെന്റിലൂടെ എംഗൽമാൻ പറഞ്ഞു ക്ലോറോഫിൽ റെഡും ബ്ലൂ ലൈറ്റുമാണ് ഫോട്ടോസിന്തസിസിന് വേണ്ടി അബ്സോർബ് ചെയ്യുന്നത്. ഇവിടെ ആ ഡയഗ്രാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ നോക്കിക്കേ, ഇത് നമ്മുടെ ആ ഒരു ഫിലമെന്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ സ്പൈറോഗൈറ എന്ന് പറയുന്ന ആൽഗൽ ഫിലമെന്റിനെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അവിടെ നിങ്ങൾ നോക്കിക്കേ, അദ്ദേഹം അവിടെ ഒരു പ്രിസം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഒരു പ്രിസം ഉപയോഗിച്ച് നോർമൽ ലൈറ്റിനെ വിബ്ജിയോർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വിബ്ജിയോർ ലൈറ്റ് ആണ് ഈ കംപ്ലീറ്റ് ഫിലമെന്റിൽ വന്ന് വീഴുന്നത്. ഓക്കെ, അതിൽ ബ്ലൂ റീജിയൻ എന്ന് പറയുന്ന ഈ ഭാഗത്തും റെഡ് റീജിയൻ വീഴുന്ന ഈ ഭാഗത്തുമായിരിക്കും മാക്സിമം ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. പക്ഷെ ഇതങ്ങനെ പറഞ്ഞാൽ മാത്രം പോലെ തെളിയിക്കണമല്ലോ. ഈ ഏരിയയിലായിരിക്കുമല്ലോ കൂടുതൽ ഓക്സിജൻ
പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി അദ്ദേഹം എയറോടാക്റ്റിക് ആയിട്ടുള്ള, അതായത് ഓക്സിജൻ ലവിങ് ആയിട്ടുള്ള ബാക്ടീരിയയും കൂടെ ഉപയോഗിച്ചു. ആ ബാക്ടീരിയയും കൂടെ ഉപയോഗിച്ചപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ആ ബ്ലൂയിഷ് റീജിയണിൽ ബാക്ടീരിയകൾ കൂടിക്കിടക്കുകയും റെഡിഷ് റീജിയണിൽ ബാക്ടീരിയ കൂടിക്കിടക്കുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇതിൻ്റെ അർത്ഥം എന്താണ്? ബ്ലൂയിഷ് കളർ ലൈറ്റും റെഡിഷ് കളർ ലൈറ്റുമാണ് ക്ലോറോപ്ലാസ്റ്റുകൾ അല്ലെങ്കിൽ ക്ലോറോഫിൽസ് കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത്. അത് കാരണമാണ് അവിടെ കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ എവല്യൂഷൻ ആ ഏരിയയിലാണ് കൂടുതൽ. ഇപ്പം നോക്കൂ, ഗ്രീൻ ഏരിയ, നിങ്ങൾ ഗ്രീൻ ഏരിയ നോക്കിക്കേ, ഗ്രീൻ ഏരിയയിലൊന്നും ബാക്ടീരിയകളില്ല. യെല്ലോ ഏരിയയിലൊന്നും ബാക്ടീരിയകളില്ല, അല്ല ഓറഞ്ച് ഏരിയയിലൊന്നും ബാക്ടീരിയകളില്ല. അതിൻ്റെ കാരണം അവിടെ ഫോട്ടോസിന്തറ്റിക് റേറ്റ് വളരെ കുറവാണ്, കാരണം ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ സ്പൈറോഗൈറ ആൽഗയെ യൂസ് ചെയ്ത്, എയറോടാക്റ്റിക് ആയിട്ടുള്ള ബാക്ടീരിയകളെ യൂസ് ചെയ്ത് എങ്കൽമാൻ പ്രൂവ് ചെയ്യുന്നു ബ്ലൂവും റെഡ് കളേഴ്സുമാണ് ക്ലോറോഫിൽ ഫോട്ടോസിന്തസിസിന് വേണ്ടി ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കുന്നത്. ഇതൊരു പ്രസക്തമായ ഒരു പോയിന്റാണ് കേട്ടോ, ഇതൊരു വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോയിന്റാണ്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. മോഡേൺ ആക്ഷൻ സ്പെക്ട്ര, അതായത് പുതിയ കാലത്തെ ആക്ഷൻ സ്പെക്ട്രകൾ, നമ്മൾ അതിനെ മെഷർ ചെയ്യാൻ വേണ്ടി സ്പെക്ട്രോഗ്രാഫ് എന്നും മോണോക്രോമാറ്റിക് ലൈറ്റ്സും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മോഡേൺ ആക്ഷൻ സ്പെക്ട്രകൾ നമുക്ക് അളക്കാം. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിലെ പ്രിസം പോലെയുള്ള സംഗതികളൊന്നും ഇല്ലാതെ തന്നെ പുതിയ കാലത്തെ ആക്ഷൻ സ്പെക്ട്രകൾ നമുക്ക് എന്ത് ചെയ്യാം? സ്പെക്ട്രോഗ്രാഫിലൂടെയും മോണോക്രോമാറ്റിക് ലൈറ്റ് ഉപയോഗിച്ചുമൊക്കെ നമുക്ക് അളക്കാം. അതൊക്കെ പിന്നത്തെ ഒരു കാര്യമാണ്, നമ്മൾ വേറെ സെഗ്മെന്റിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. കീ റോൾ, അപ്പോൾ ഈ എക്സ്പെരിമെന്റിൻ്റെയൊക്കെ ഒരു കീ റോൾ, അല്ലെങ്കിൽ ഈ ആക്ഷൻ സ്പെക്ട്രയുടെയൊക്കെ ഒരു കീ റോൾ എന്ന് പറയുന്നത് ഹെൽപ്പ് ടു ഐഡന്റിഫൈ 2 ഡിസ്റ്റിങ്ക്റ്റ് ഫോട്ടോ സിസ്റ്റംസ് ഇൻ ഓക്സിജൻ ഇവോൾവിംഗ് ഓർഗാനിസംസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ഷൻ സ്പെക്ട്രകളൊക്കെ പഠിക്കുന്നത് വഴി 2 ഫോട്ടോ സിസ്റ്റംസ് ഉള്ളതിൻ്റെ സൂചനകൾ ഈ പറയുന്ന ആൾക്കാർക്ക് പിടികിട്ടി. നമുക്കറിയാം ഫോട്ടോ സിസ്റ്റം 1ഉം 2ഉം ഉണ്ട് എന്ന്. പക്ഷേ ഇത് ഈ ആക്ഷൻ സ്പെക്ട്രകളൊക്കെ വഴിയാണ് മനസ്സിലാക്കിയത്. ഫോട്ടോസിന്തറ്റിക്കിൻ്റെ റേറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലായത് ഈ ഫോട്ടോസിന്തറ്റിക് ഓക്സിജൻ ഇവോൾവിംഗ് ഓർഗാനിസത്തിൽ 2 വ്യത്യസ്ത ഫോട്ടോ സിസ്റ്റംസ് കാണപ്പെടാം എന്നതൊരു അനുമാനമായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസിഷനായിട്ട് ഇവിടെ ആൾക്കാർക്ക് മനസ്സിലായി. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ആന്റിന കോംപ്ലക്സിനെയും റിയാക്ഷൻ സെന്ററിനെയുമാണ്. ഓക്കെ, ആന്റിന കോംപ്ലക്സിനെയും റിയാക്ഷൻ സെന്ററിനെയുമാണ് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, റിയാക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ ഓരോ ഫോട്ടോ സിസ്റ്റത്തിലും റിയാക്ഷൻ സെന്റർ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇല്ലേ? അതിൻ്റെ ചുറ്റും ആന്റിന കോംപ്ലക്സുകൾ ഇരിപ്പുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ദേ ഇവിടുത്തെ ഡയഗ്രത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം ആന്റിന കോംപ്ലക്സ് ദേ ഇവിടെ ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് റിയാക്ഷൻ സെന്റർ ഇരിപ്പുണ്ട്. എന്താണ് കുട്ടികളെ ഈ ആന്റിന കോംപ്ലക്സും റിയാക്ഷൻ സെന്ററിൻ്റെയൊക്കെ ആവശ്യകത? നമ്മളത് ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം ഈ റിയാക്ഷൻ സെന്ററിനെ എല്ലാ ലൈറ്റിനെയും കൂടെ ട്രാപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, കാരണം അത് ഫോട്ടോ ഡാമേജ് സംഭവിക്കും. അപ്പോൾ അതിനെ സഹായിക്കുന്ന മറ്റ് മോളിക്യൂളുകളുണ്ട്. ഇതാണ് ആന്റിന കോംപ്ലക്സ്. ലൈറ്റ് അബ്സോർബ്ഡ് ബൈ പിഗ്മെന്റ്സ് ആൻഡ് ആർ കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. അപ്പോൾ ഈ പിഗ്മെന്റുകൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആന്റിന കോംപ്ലക്സ് എന്താ ചെയ്യുന്നത്? കളക്ട്സ് ലൈറ്റ്സ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് എനർജി. അപ്പോൾ ഈ റിയാക്ഷൻ സെന്ററിനെ ഒറ്റയ്ക്ക് ഈ ലൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ വിടാതെ ആന്റിന കോംപ്ലക്സുകൾ എന്ന് പറയുന്ന പല പിഗ്മെന്റ്സ് ലൈറ്റിനെ ട്രാപ്പ് ചെയ്ത് അതിനെ റിയാക്ഷൻ സെന്ററിലേക്ക് എനർജി ആയിട്ട് കൊടുക്കും. റിയാക്ഷൻ സെന്റർ കോംപ്ലക്സ് എന്താ ചെയ്യുന്നത്? ദേ ക്യാരീസ് ഔട്ട് റിഡോക്സ് റിയാക്ഷൻസ് ഫോർ ലോങ് ടേം എനർജി സ്റ്റോറേജ്. ഈ റിയാക്ഷൻ സെന്റേഴ്സ് ആണ് നമുക്കറിയാമല്ലോ, അത് പിന്നെ ഹയർ സ്റ്റേറ്റിലേക്ക് പോകും, അവിടെ പിന്നെ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്ത് അത് പിന്നെ ലോവർ സ്റ്റേറ്റിലേക്ക് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ? അവിടെയാണ് ഈ ആന്റിന കോംപ്ലക്സുകളുടെ റോള് വരുന്നത്. സോ ബേസിക്കലി ഈ ആന്റിന കോംപ്ലക്സ് നമ്മുടെ റിയാക്ഷൻ സെന്ററിനെ ഫോട്ടോ ഡാമേജിൽ നിന്ന് വരെ രക്ഷിക്കുന്ന ആൾക്കാരാണ്. അതുമാത്രമല്ല ഫോട്ടോ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിയും ഇത് വർദ്ധിപ്പിക്കും. അല്ലെങ്കിൽ പിന്നെ എല്ലാ പണിയും നമ്മുടെ റിയാക്ഷൻ സെന്റർ ഒറ്റയ്ക്ക് എടുക്കേണ്ടി വന്നേനെ. ഓക്കെ അല്ലേ? അഡ്വാൻറ്റേജ് ഓഫ് ആന്റിന റിയാക്ഷൻ സെന്റർ കോപ്പറേഷൻ. ഈ ആന്റിനയും റിയാക്ഷൻ സെന്ററിൻ്റെയും കോപ്പറേഷൻ കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? ഇവർ തമ്മിൽ കോപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? സിംഗിൾ ക്ലോറോഫിൽ അബ്സോർബ്സ് ഓൺലി എ ഫ്യൂ ഫോട്ടോൺസ് പെർ സെക്കൻഡ്. കുട്ടികളെ, ഒരു ക്ലോറോഫില് അതിന് കുറച്ച് ഫോട്ടോൺസിനെ മാത്രമേ അബ്സോർബ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതൊരു പോരായ്മയാണ്. നിങ്ങളിപ്പോൾ മാക്സിമം ലൈറ്റ് കൊടുത്താലും കുറച്ച്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്ലോറോഫിലിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റിൻ്റെ ചില പരിമിതികളുണ്ട്. അപ്പോൾ അവിടെയാണ് ആന്റിന പിഗ്മെന്റ്സ് വരുന്നത്. ആന്റിന പിഗ്മെന്റ്സ് ഫണൽ എനർജി ടു റിയാക്ഷൻ സെന്റർ ആൻഡ് കീപ്സ് ഇറ്റ് ആക്റ്റീവ്.
ആന്റിന പിഗ്മെന്റുകൾ അവരുടേതായിട്ടുള്ള ലൈറ്റ് ട്രാപ്പിംഗ് ഒക്കെ നടത്തി ആ എനർജിയെ നമ്മുടെ റിയാക്ഷൻ സെന്ററിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ആന്റിന പിഗ്മെന്റ്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കോപ്പറേഷൻ വളരെ അത്യാവശ്യമാണ്. കാരണം എന്നാലേ ആ ഫോട്ടോ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി കൂടുതലായിട്ട് കാണപ്പെടുകയുള്ളൂ. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ ആണ്. അടുത്തതായിട്ട് നമ്മുടെ ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട് എമേഴ്സൺ ആർണോൾഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന 1932 നടന്ന ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് നമ്മൾ അറിയണം. എമേഴ്സൺ ആർണോൾഡ് എക്സ്പെരിമെൻറ്റ്. ഇവിടെ ഗ്രീൻ ആൽഗെ ആയിട്ടുള്ള ക്ലോറല്ല പൈറനോയിഡോസയാണ് അത് അവരെടുത്തിരിക്കുന്നത്. ക്ലോറല്ല പൈറനോയിഡോസ അതൊരു ഗ്രീൻ ആൽഗയാണ്. ആ ഗ്രീൻ ആൽഗെ ആയിട്ടുള്ള ക്ലോറല്ല പൈറനോയിഡോസ എന്ന് പറയുന്ന ആൽഗയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ ഇവിടെ ചെയ്തേക്കുന്നതെന്ന് അറിയാമോ? ഇവര് ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് നിരന്തരമായി ഈ ആൽഗയിൽ ഫ്ലാഷ് ചെയ്യാൻ തുടങ്ങി. ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ബ്രീഫ് ഫ്ലാഷസ് ആണ്. ഒരു 10⁻⁻5 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഫ്ലാഷസ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും സ്പീഡിലുള്ള ഫ്ലാഷസ് ഇവർ ഈ ലൈറ്റ് വെച്ചിട്ട് ഈ ക്ലോറല്ലയിൽ നൽകി. ഓരോ ഫ്ലാഷിന്റെ ഇടയിലും ഒരു 0.1 സെക്കൻഡിന്റെ ഗ്യാപ്പുമുണ്ട്. അപ്പൊ നിരന്തരമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫ്ലാഷിന്റെ ഇടയിൽ ഒരു 0.1 സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ട്. ഓരോ ഫ്ലാഷും 10⁻⁻5 സെക്കൻഡ്സിന്റെ ഡ്യൂറേഷനേ ഉള്ളൂ. 2 ഫ്ലാഷിന്റെ ഇടയിൽ 0.1 സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ട്. ഇങ്ങനെ അവരെന്ത് ചെയ്തു? ലൈറ്റിനെ ഫ്ലാഷ് ചെയ്തു. ഇതായിരുന്നു അവരുടെ എക്സ്പെരിമെന്റ്. എന്തിനാ അങ്ങനെ ചെയ്തത്? അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? ഹൈ ഫ്ലാഷ് എനർജി ഡിഡ് നോട്ട് ഇൻക്രീസ് ഓക്സിജൻ ഔട്ട്പുട്ട്. അപ്പൊ ഇതിൽ നിന്നും അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഫ്ലാഷ് എനർജി കൂട്ടിയാൽ, അതായത് നമ്മൾ ഫ്ലാഷിന്റെ അളവ് കൂട്ടിയാൽ ഫോട്ടോസിന്തസിസ് അതിനനുസരിച്ച് കൂടുന്നില്ല. അതായത് നമ്മൾ വെളിച്ചം പ്രകാശം എത്ര കൊടുക്കുന്നോ അത്രയും ഫോട്ടോസിന്തസിസ് നടക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം എന്താ? സിസ്റ്റം വിൽ ഗെറ്റ് സാച്ചുറേറ്റഡ് അല്ലേ? അതിനൊരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടാവുമല്ലോ. സിസ്റ്റംസ് സാച്ചുറേറ്റഡ് ആകും എന്ന് ഇവിടെ മനസ്സിലായി. They found that one oxygen molecule produced per approximately 2500 chlorophyll molecules. അതായത് ഇതിൽ നിന്ന് ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഏകദേശം 2500 ക്ലോറോഫിൽ മോളിക്യൂൾസ് ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഒരു ഓക്സിജൻ മോളിക്യൂളിനെ നിർമ്മിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കേ, ഏകദേശം 2500 ക്ലോറോഫിൽ മോളിക്യൂൾസ് ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഒരു ഓക്സിജൻ മോളിക്യൂളിനെ ഇവിടെ റിലീസ് ചെയ്യുന്നുള്ളൂ എന്ന് ഇവർക്ക് മനസ്സിലായി. ഓക്കെ, ഈ എക്സ്പെരിമെന്റിലൂടെ ഇവർക്ക് മനസ്സിലായി. അപ്പൊ ഈ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട്സ് ആയിട്ട് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? കൂടുതൽ ഫ്ലാഷ് കൊടുത്താലും ലൈറ്റ് കൊടുത്താലും ഫോട്ടോസിന്തസിസ് കൂടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ബിക്കോസ് അവിടെ ഓക്സിജന്റെ അളവ് അതിനനുസരിച്ച് കൂടുന്നില്ല. സിസ്റ്റം വിൽ ഗെറ്റ് സാച്ചുറേറ്റഡ്. അത് മാത്രമല്ല, ഏകദേശം 2500 ക്ലോറോഫിൽ മോളിക്യൂൾസ് വേണം ഒരു ഓക്സിജൻ മോളിക്യൂളിനെ റിലീസ് ചെയ്യിപ്പിക്കണമെങ്കിൽ. അപ്പൊ ഇതിൽ നിന്ന് അവർക്ക് ഒരു കാര്യം പിടികിട്ടി. ഹൺഡ്രഡ്സ് ഓഫ് പിഗ്മെന്റ്സ് പെർ റിയാക്ഷൻ സെന്റർ. ഒരു റിയാക്ഷൻ സെന്ററിൽ തന്നെ 100 കണക്കിന് പിഗ്മെന്റ്സ് ഉണ്ടായിരിക്കും എന്ന് ഇവർക്ക് ഒരു പിടികിട്ടി, ഒരു ഐഡിയ കിട്ടി. കാരണം അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ അല്ലെ? ഒരു റിയാക്ഷൻ സെന്ററിൽ തന്നെ 100 കണക്കിന് പിഗ്മെന്റുകൾ കാണപ്പെടുമെന്ന് ഇതിൽ നിന്ന് തന്നെ ഇവർക്ക് മനസ്സിലായി. ഈച്ച് റിയാക്ഷൻ സെന്റർ മസ്റ്റ് ഓപ്പറേറ്റ് 4 times ടു റിലീസ് 1 ഓക്സിജൻ മോളിക്യൂൾ. ഈ റിയാക്ഷൻ സെന്റർ 4 തവണ പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു ഓക്സിജൻ മോളിക്യൂളിനെ റിലീസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, 4 തവണ ഇവർ പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു ഓക്സിജൻ മോളിക്യൂളിനെ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഇവർ നൽകിയ എക്സ്പ്ലനേഷൻ. അപ്പൊ അവരെന്താ പറഞ്ഞത്? ഒരു റിയാക്ഷൻ സെന്ററിൽ 100 കണക്കിന് പിഗ്മെന്റ്സ് ഉണ്ട് എന്നും ഓരോ റിയാക്ഷൻ സെന്ററിലെയും ആൾക്കാർ 4 തവണ പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു ഓക്സിജൻ മോളിക്യൂളിനെ റിലീസ് ചെയ്യാൻ പറ്റൂ എന്നും ഇവിടെ മനസ്സിലായി. ഇതാണ് നമ്മുടെ ഈ എമേഴ്സൺ ആർണോൾഡ് എക്സ്പെരിമെന്റിലൂടെ നമുക്ക് എന്ത് ചെയ്തത്? നമുക്ക് മനസ്സിലായത്. അതിനെ അവർ ഗ്രാഫായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. മാക്സിമം yield, അതായത് 2500ഓളം ക്ലോറോഫിൽ മോളിക്യൂൾസ് ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഒരു ഓക്സിജൻ മോളിക്യൂള് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ലൈറ്റിന്റെ ഇന്റൻസിറ്റി ലോ ഇന്റൻസിറ്റിയിൽ നിന്ന് ഹൈ ഇന്റൻസിറ്റിയിലേക്ക് പോയപ്പോൾ സ്ലോപ്പ് നോക്കിക്കേ. സ്ലോപ്പ് എന്ത് ചെയ്തു? ഒരു സ്റ്റഡി ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം സാച്ചുറേഷനായി, ഇവിടം വരെ സാച്ചുറേറ്റഡ് ആയി. ഇനി അതിന്റെ അപ്പുറത്തോട്ട് എത്ര ഇന്റൻസിറ്റി കൂട്ടിയാലും എന്ത് ചെയ്യില്ല? ഗ്രാഫ് ഉയരില്ല. കാരണം അത് സാച്ചുറേറ്റഡ് ആയി. ആ ഓക്സിജൻ ഇനി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യില്ല എന്നുള്ളത് മനസ്സിലായി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്.
സുഹൃത്തുക്കളെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ക്വാണ്ടം ഈൽഡ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട ക്വാണ്ടം ഈൽഡിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്താണ് ടോട്ടൽ ഈ ക്വാണ്ടം ഈൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മുടെ ഫൈ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്വാണ്ടം ഈൽഡിനെ സൂചിപ്പിക്കുന്നത്. ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, പക്ഷേ ഫോട്ടോസിന്തസിസിൽ ഇത് വളരെ പ്രസക്തമാണ്. ക്വാണ്ടം ഈൽഡ് എന്ന് പറഞ്ഞാൽ എത്ര ലൈറ്റിനെ ഉപയോഗിച്ച് എത്ര പ്രോഡക്റ്റ് ഫോം ചെയ്തു, അല്ലെ? അതായത് ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ലൈറ്റ് ഉപയോഗിച്ച് എത്ര പ്രോഡക്റ്റിനെ ഫോം ചെയ്യാൻ പറ്റി. അതായത് ഈൽഡ്, ഒരു സ്പെസിഫിക് അളവ് ഓഫ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് എത്ര ഫോട്ടോസിന്തറ്റിക് ഈൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ഇതിനെയാണ് ക്വാണ്ടം ഈൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ചിലപ്പോ ഒരു സസ്യം ഒരുപാട് ഫോട്ടോസിന്തസിസ് നടത്തുന്നുള്ളതായിട്ട് നമുക്കറിയാം, പക്ഷേ അവരുടെ ക്വാണ്ടം ഈൽഡ് കൂടുതലാണോ എന്ന് അറിയണമെങ്കിൽ എത്ര പ്രകാശം ഉപയോഗിച്ചിട്ടാണ് അത്രയും ഓക്സിജനെ റിലീസ് ചെയ്തതെന്ന് അറിയണം. ഇപ്പൊ കൂടുതൽ പ്രകാശം ഉപയോഗിച്ച് കൂടുതൽ ഓക്സിജനെ റിലീസ് ചെയ്യുന്നത് പോലെ അല്ല, കുറച്ച് പ്രകാശം ഉപയോഗിച്ച് കൂടുതൽ ഓക്സിജനെ റിലീസ് ചെയ്ത് അതിന്റെ അർത്ഥം അവിടെയാണ് ക്വാണ്ടം ഈൽഡ് കൂടുതൽ എന്നാണ്. ഓക്കെ, ഗ്രാഫ് ഓഫ് ഓക്സിജൻ ഇവല്യൂഷൻ വേഴ്സസ് ലൈറ്റ് ഇന്റൻസിറ്റി. അറ്റ് ലോ ലൈറ്റ് the proportional increase is seen, but at high light system saturates. ഈ ഗ്രാഫാണത് നമ്മളിത് ഇവിടെ കണ്ടത്. ഓക്കെ, ലോ ലൈറ്റിൽ ലീനിയർ ആയിട്ടുള്ളത് ഇങ്ങനെ ഉയർന്നു പോവുകയാണ്. ഹൈ ഇന്റൻസിറ്റിയിൽ സിസ്റ്റം സാച്ചുറേറ്റഡ് അത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇങ്ങനെയല്ലേ ആ ഗ്രാഫ് കിടക്കുന്നത്. ഈ ഭാഗത്ത് ലോ ലൈറ്റിൽ ഇങ്ങനെ ലീനിയർ ആയിട്ട് പോകുന്നതായിട്ട് തോന്നും, പക്ഷേ ഇന്റൻസിറ്റി കൂടി കഴിയുമ്പോൾ അവിടെ സാച്ചുറേറ്റഡ് ആയി പോവുകയാണ്. സിസ്റ്റം ഈസ് ഗെറ്റിംഗ് സാച്ചുറേറ്റഡ്. ആ ഗ്രാഫാണ് നമ്മളിവിടെ കണ്ടത്. അപ്പൊ ക്വാണ്ടം ഈൽഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്യുമ്പോൾ എത്ര പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു, ഇതാണ് ക്വാണ്ടം ഈൽഡ്. ഇനി നിങ്ങൾ നോക്കിക്കോണേ, നമ്മുടെ ഫോട്ടോസിന്തസിസിന്റെ, നമ്മുടെ ഉദ്ദേശിക്കുന്ന ഈ സസ്യങ്ങളുടെയൊക്കെ ഫോട്ടോസിന്തസിസിന്റെ വാല്യൂസ് ഒന്നിവിടെ കാണിച്ചിരിക്കുകയാണ്. അവരുടെ ക്വാണ്ടം ഈൽഡ് എന്ന് പറയുന്നത് എന്താണ്? അപ്രോക്സിമേറ്റ്ലി 0.95 ആണ്. സുഹൃത്തുക്കളെ, 0.95 എന്ന് പറഞ്ഞാൽ 95% ഫോട്ടോൺസിനെയും അവർ ഉപയോഗിച്ച് ഫോട്ടോസിന്തറ്റിക് പ്രോഡക്ട്സ് ആക്കി മാറ്റുന്നുണ്ട്. 95% എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 100% അടുപ്പിച്ച് എത്തിയിട്ടുണ്ട്, അല്ലേ? അപ്പം അത്രയും എഫിഷ്യൻ്റ് ആണ് ഈ സസ്യങ്ങളുടെ ഈ ക്വാണ്ടം ഈൽഡിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ഫോട്ടോ കെമിസ്ട്രി, ഫോട്ടോസിന്തസിസിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിൽ ഉപയോഗിക്കുന്ന എനർജിയുടെ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ 95% പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട് എന്നതാണ് ഈ 0.95 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രയും പെർസെൻറ്റേജ്, 95% ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ബാക്കി 0.05% എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് ഫ്ലൂറസൻസ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? റിലീസ് ചെയ്യാറുണ്ട്. അത് ഇറ്റ് ഈസ് റിലീസ്ഡ് ആസ് ഫ്ലൂറസൻസ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു റിയാക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ലോവർ എക്സൈറ്റഡ് സ്റ്റേറ്റും ഒരു ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്കും പോകാം. റെഡ് ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ അത് ലോവർ എക്സൈറ്റഡ് സ്റ്റേറ്റിലും, ബ്ലൂ ലൈറ്റിനെ അബ്സോർബ് ചെയ്താൽ ഹൈ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്കും പോകും. ഓക്കെ, ഹൈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഹീറ്റ് ലോസിലൂടെ അവർ ലോ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരും. ലോ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഫ്ലൂറസൻസിലൂടെ അവർ ലോ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. ഇങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 0.05% ആക്ച്വലി ഫ്ലൂറസൻസ് ആയിട്ട് തന്നെ അവിടെ എന്താണ് ഇല്ലാതായി പോവുകയാണ്. സോ ബാക്കി 95%ഉം എന്തായിട്ട് മാറുന്നുണ്ട്? അത് ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതർ പ്രോസസ്സസ് ആർ നെഗ്ലിജിബിൾ. ബാക്കി ഡിസിപ്പേഷൻ, ഹീറ്റ് ഡിസിപ്പേഷനും മറ്റു കാര്യങ്ങളൊക്കെ വളരെ നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡിം ലൈറ്റിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഹൈ ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ സാച്ചുറേറ്റഡ് ആകും, അത് വേറെ. ഇതിപ്പോൾ ഡിം ലൈറ്റിലെ കാര്യമാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, about 10 ഫോട്ടോൺസ് ആർ റിക്വയർഡ് പെർ ഓക്സിജൻ മോളിക്യൂൾ. ഓക്കെ, അതായത് ഒരു ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാവണമെങ്കിൽ 10 ഫോട്ടോൺസ് വേണം. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സുഹൃത്തുക്കളെ. ഒരു ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാകണമെങ്കിൽ 10 ഫോട്ടോൺസ് വേണം. ഒരു ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാകണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 2500 ക്ലോറോഫിൽ വേണം. അത് വേറെയാണ് കേട്ടോ, ഇത് ഫോട്ടോൺസിനെ കുറിച്ചാണ് പറയുന്നത്. 10 ഫോട്ടോൺസിനെ നമുക്ക് വേണം. 10 ഫോട്ടോൺസിനെ ഉപയോഗിച്ചാൽ മാത്രമേ ഒരു ഓക്സിജൻ മോളിക്യൂളിനെ റിലീസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അവിടുത്തെ ക്വാണ്ടം ഈൽഡ് എന്ന് പറയുന്നത് ഒരു ഓക്സിജൻ മോളിക്യൂളിനെ റിലീസ് ചെയ്യാൻ, 1O2 റിലീസ് ചെയ്യാൻ 10 ഫോട്ടോൺസ് വേണം എന്ന് പറഞ്ഞാൽ
ഇത് 1/10 ആയിട്ടല്ലേ എടുക്കുന്ന, ഒരു ഓക്സിജനും 10 ഫോട്ടോൺസും 0.1, ഏറെക്കുറെ 0.1 ആണ് അവിടുത്തെ ക്വാണ്ടം ഈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറയുന്നതാണ്. പൊതുവെ അവിടുത്തെ ഒരു സ്റ്റഡിയെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഡിം ലൈറ്റിൽ 0.95 ക്വാണ്ടം ഈൽഡ് അവിടെ, അല്ല ക്വാണ്ടം ഈൽഡ് അല്ല, അവിടെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ഇനി 10 ഫോട്ടോൺസ് വേണം ഒരു ഓക്സിജൻ മോളിക്യൂളിനെ ഇവോൾവ് ചെയ്യിപ്പിക്കാൻ. ഓക്കെ, സോ ദ ക്വാണ്ടം ഈൽഡ് ഫോർ ഓക്സിജൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0.1 ആണ്. ഓക്കെ, അത് ഓക്സിജൻ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ക്വാണ്ടം ഈൽഡ് ആണ്. 10 ഫോട്ടോൺസ് വേണം ഒരു ഓക്സിജൻ മോളിക്യൂളിനെ ഇവോൾവ് ചെയ്യിക്കാൻ. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ക്വാണ്ടം ഈൽഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് ഒരു ഫോട്ടോൺ ഉപയോഗിച്ച് എത്ര പ്രോഡക്റ്റിനെ റിലീസ് ചെയ്യാം, അതാണ് ഇവിടുത്തെ ക്വാണ്ടം ഈൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ലൈറ്റ് അതിൻ്റെ 95% ഈ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിലേക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതാണ് 0.95 സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ക്വാണ്ടം ഈൽഡ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫോട്ടോണിൽ എത്ര ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ കണ്ട ഈ 95% എന്ന് പറയുന്നതില്ലേ, ഇത് എന്താ സൂചിപ്പിക്കുന്നത്? ആ ലൈറ്റിൻ്റെ 95% കെമിക്കൽസിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മൾ ടെക്നിക്കലി പറയുന്ന ക്വാണ്ടം ഈൽഡ്. ഒരു ഫോട്ടോണിൽ എത്ര ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നു? 0.1 ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നു. ക്ലിയർ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം, ഫോട്ടോസിന്തസിസ് ഡ്രിവൺ ബൈ ലൈറ്റ്. ലൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഫോട്ടോസിന്തസിസ്. എനർജി റിക്വയർമെന്റ്. ദ കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് ഇസ് ഹൈലി അൺഫേവറബിൾ അറ്റ് ഇക്വിലിബ്രിയം. എന്താ കുട്ടികൾ ഈ സെന്റൻസിന്റെ അർത്ഥം? അതായത് ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ വിൽ ഗിവ് ഓക്സിജൻ ആൻഡ് ഗ്ലൂക്കോസ്. ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ഷൻ സംഭവിക്കുമോ ഇല്ലയോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അത് കാർബൺ ഡയോക്സൈഡിനെയും വെള്ളത്തിനെയൊക്കെ ഉപയോഗിച്ച് നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ഗ്ലൂക്കോസിനെയും ഓക്സിജനെയും ഇവോൾവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇക്വിലിബ്രിയത്തിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ഫോട്ടോസിന്തസിസ് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കില്ല. ഇത് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഫോട്ടോസിന്തറ്റിക് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത് ഏറെക്കുറെ 10⁻⁻500 ആണ് കിട്ടിയത്. 10⁻⁻500. അപ്പോൾ അത്രയും ചെറിയ വാല്യൂ ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടിയത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ചെറുതാണ് എങ്കിൽ ഒരിക്കലും ആ റിയാക്ഷൻ മുന്നോട്ട് തനിയെ പോവില്ല. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഭയങ്കര വലുതാണ് എങ്കിൽ വേറെ എക്സ്റ്റേണൽ എനർജിയുടെ സഹായമൊന്നുമില്ലാതെ ആ റിയാക്ഷൻ മുന്നോട്ട് പോകും. ഫോട്ടോസിന്തസിസിൻ്റെ റിയാക്ഷൻ നോക്കിയപ്പോൾ അവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 10⁻⁻500 ആണ്. അത് വെരി ലോ. വെരി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ മുന്നോട്ട് വെറുതെ സ്വന്തമായിട്ട് സംഭവിക്കില്ല. അതായത് വെറുതെ നമ്മുടെ കാർബൺ ഡയോക്സൈഡും വെള്ളത്തിനെയൊക്കെ ഉപയോഗിച്ച് ഓക്സിജനും ഗ്ലൂക്കോസും ഉണ്ടാവില്ല. ദേ നെവർ ഫോം സ്പോണ്ടേനിയസ്ലി ഫ്രം കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് ഈ റിയാക്ഷൻ നടക്കില്ല എന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വഴി നമുക്ക് മനസ്സിലായി. അപ്പോൾ എക്സ്റ്റേണൽ എനർജി അത്യാവശ്യമായിട്ട് വന്നു. അങ്ങനെയാണ് ഫോട്ടോസിന്തസിസിന് ലൈറ്റ് എനർജി വേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ എനർജിക്ക് അല്ലെങ്കിൽ ഈ ഇക്വേഷന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വളരെ കൂടുതലായിരുന്നെങ്കിൽ ലൈറ്റ് എനർജിയുടെ സഹായം ഇല്ലാതെ തന്നെ ഇത് നടന്നേനെ. പക്ഷെ എന്തുകൊണ്ട് ഫോട്ടോസിന്തസിന് ലൈറ്റ് വേണ്ടി വന്നു? ഇവരുടെ റിയാക്ഷൻ അങ്ങനെയാണ്. ഇവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വളരെ കുറവാണ്. 10⁻⁻500 എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്വന്തമായിട്ട് റിയാക്ഷൻ നടക്കില്ല. പുറത്തൊന്നും ഒരു ഹെൽപ്പ് ഇല്ലാതെ ഇത് നടക്കില്ല. ലൈറ്റ് എനർജിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിലേ ഇവിടെ ഈ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ഇതാണ് നമ്മുടെ ആ പ്രധാനപ്പെട്ട ലൈറ്റിൻ്റെ ഒരു പ്രാധാന്യം. സോ ബേസിക്കലി സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ഷൻ നടക്കാത്തത് കൊണ്ട് ലൈറ്റ് എനർജി ഈസ് എ മസ്റ്റ്. സിംപ്ലിഫൈഡ് ഇക്വേഷൻ, ഇപ്പോൾ നമ്മുടെ മറ്റേ ബാലൻസിങ് ഒന്നും ഇല്ലാതെ ഒരു ഇക്വേഷൻ, കാർബൺ ഡയോക്സൈഡ് പ്ലസ് H2O വിൽ ഗിവ് റൈസ് ടു CH2O. അതിൻ്റെ ഏത് ഫോമാറ്റിൽ വേണമെങ്കിലും വരാം, പ്ലസ് O2. നമ്മളിവിടെ ബാലൻസ് ചെയ്തിട്ടില്ല, അതൊരു സിംപ്ലിഫൈഡ് ഇക്വേഷൻ മാത്രമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു 10 മുതൽ അല്ലെങ്കിൽ 9 മുതൽ 10 ഫോട്ടോൺസ് വരെ എന്ത് വേണം? ഈ CH2O നിർമ്മിക്കാൻ വേണ്ടി ആവശ്യമാണ്.
ഓക്കെ, 9 മുതൽ 10 വരെ. അപ്പോൾ ഈ CH2 നിർമ്മിക്കാൻ ആവശ്യമാണെന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തൊരു ഓക്സിജനും കൂടെ കിടപ്പില്ലേ? ഇതേ സെന്റൻസ് അല്ലേ നേരത്തെ പറഞ്ഞേ, ഒരു ഓക്സിജനെ നിർമ്മിക്കാൻ നമുക്ക് ഏകദേശം 10 ഫോട്ടോൺസ് വേണമെന്ന് നേരത്തെ പറഞ്ഞില്ലേ? അതിനെ ഇവിടെ CH2Oയുടെ പേരിൽ നമ്മൾ പറയുന്നു. അപ്പോൾ ഒരു CH2O എന്നതിനെ നിർമ്മിക്കാൻ നമുക്ക് ഏകദേശം 9 മുതൽ 10 ഫോട്ടോൺസ് വേണം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ നമ്മളിവിടെ സിംപ്ലിഫൈഡ് ടേംസിൽ നമ്മളിവിടെ പറയുന്നു എന്ന് മാത്രം. ക്ലിയർ ആണോ? ഓക്കെ ആണോ ഫ്രണ്ട്സ്? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്, എഫിഷ്യൻസി ഓഫ് എനർജി കൺവേർഷൻ. അതായത് എനർജി കൺവേർഷൻ്റെ എഫിഷ്യൻസിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മുടെ എനർജി എന്ന് പറയുന്നത് ഈ സസ്യങ്ങൾ കെമിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ 95% എന്നൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് കാണാനുണ്ട്. കൂട്ടത്തിലെ ക്വാണ്ടം ഈൽഡ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. നിയർലി 100% ഓഫ് ഓൾ അബ്സോർബ്ഡ് ഫോട്ടോൺസ് ഡ്രൈവ് ഫോട്ടോ കെമിസ്ട്രി. നിയർലി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനെയാണ് നമ്മൾ നേരത്തെ 0.95 എന്നോ 95% എന്നോ എഴുതിയത്. ഇവിടെ അതിനെ 100 നിയർലി 100 എന്ന് പറയുന്നു എന്ന് മാത്രം. അതായത് ഒരു ചെടി വലിച്ചെടുക്കുന്ന ആ സൺലൈറ്റ്, ആ ലൈറ്റിൻ്റെ ഓൾമോസ്റ്റ് 95 to 100% ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിനെ ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നിയർലി 100 എന്ന് പറഞ്ഞാൽ ശരിക്കും 95 ഒക്കെ ഉള്ളൂ. ബാക്കി 5% എങ്ങോട്ട് പോയി? ഫ്ലൂറസെൻസിലൂടെ പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ഫ്ലൂറസെൻസ് ആയിട്ട് 5% നഷ്ടപ്പെടും. അല്ലാതെ ബാക്കി ഒരു 95% നമ്മുടെ ഈ കെമിക്കൽ റിയാക്ഷൻസ് ഡ്രൈവ് ചെയ്യാൻ തന്നെയാണ് അവരുപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ക്വാണ്ടം ഈൽഡ്, അത് ഫോട്ടോ കെമിക്കൽ എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട ക്വാണ്ടം ഈൽഡ് എന്ന് പറയുന്നത് 100 ആണ്. നമ്മുടെ ഓക്സിജൻ എവല്യൂഷനുമായി ബന്ധപ്പെട്ട ക്വാണ്ടം ഈൽഡ് അല്ല ഇവിടെ. ഇനി നിങ്ങൾ നോക്കിക്കോണേ, എനർജി കൺവേർഷൻ ലൈറ്റ് ടു കെമിക്കൽ എനർജി എന്ന് പറയുന്നത് 27% മാത്രമാണ്. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് 95%, 100% എനർജി ഉപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻസിനെ ഡ്രൈവ് ചെയ്യുന്നു എങ്കിലും അതിനെ ആക്ച്വൽ കെമിക്കലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 27% എനർജി മാത്രമേ കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. 95-100% ലൈറ്റ് ഉപയോഗിച്ച് തന്നെയാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് റൺ ചെയ്യുന്നത് എങ്കിലും അതിനെ കെമിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 27% മാത്രമേ അത് കെമിക്കൽ എനർജിയിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കിക്കോണേ, സോളാർ എനർജി സ്റ്റോറേജ് എഫിഷ്യൻസി. അതായത് സോളാർ എനർജി ട്രാപ്പ് ചെയ്തിരിക്കുന്നതിൽ C3 പ്ലാന്റ്സ് അതിൻ്റെ 4.3% മാത്രമേ സ്റ്റോർ ചെയ്യുന്നുള്ളൂ കെമിക്കൽസ് ആയിട്ട്. നിങ്ങൾ ആലോചിക്കുക, അവർ ഉപയോഗപ്പെടുത്തുന്ന 100% സോളാർ എനർജിയിലെ 4.3% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അവർ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുള്ളൂ. ഇത് C3 പ്ലാന്റ്സിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. C4 പ്ലാന്റ്സ് ആണ് എങ്കിൽ അത് ഏകദേശം 6% ആയിരിക്കും സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, C3 പ്ലാന്റ്സിനേക്കാൾ എഫിഷ്യൻ്റ് ആണ് C4 പ്ലാന്റ്സ്. ഇത് നമ്മൾ പല കേസുകളിലും പഠിക്കുന്നതാണ് അല്ലേ? C4 പ്ലാന്റ്സിന് എഫിഷ്യൻസി എന്തുകൊണ്ട് വന്നു എന്നൊക്കെ നമുക്കറിയാം. ഫോട്ടോ റെസ്പിറേഷനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ക്രാൻസ് അനാറ്റമി പോലെയുള്ള സ്ട്രക്ചേഴ്സ് അതിന് സഹായിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പെപ്പ് കാർബോക്സിലേസിൻ്റെ സാന്നിധ്യമൊക്കെ അവിടെ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതാണ്. C3 പ്ലാന്റ്സിനേക്കാൾ എഫിഷ്യൻസി C4 പ്ലാന്റ്സിനുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കണക്കുകളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ കണക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ CSIR പരീക്ഷയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില സെഗ്മെൻറ്റുകളാണ്. അപ്പോൾ എനർജി കൺവേർഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മളൊന്ന് പറയുകയാണ്. Only 1/4% of photon energy is stored as chemical energy. കൂട്ടത്തിലെ ഈ കിട്ടിയ ഫോട്ടോൺസിലെ 1/4 മാത്രമേ, 1/4 എന്ന് പറയുന്നതാണ് നേരത്തെ അപ്രോക്സിമേറ്റ്ലി 27% എന്ന് പറഞ്ഞില്ലേ? 27% എന്ന് പറഞ്ഞാൽ 1/4, 25% അല്ലേ? അപ്രോക്സിമേറ്റ്ലി 1/4 ഫോട്ടോൺ എനർജിയെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കെമിക്കൽ എനർജി ആയിട്ട് പ്ലാന്റ്സ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 27%. അതായത് ഇവർ അബ്സോർബ് ചെയ്തെടുക്കുന്ന ഫോട്ടോൺസിൻ്റെ
27% മാത്രമേ 1/4 മാത്രമേ കെമിക്കൽ എനർജി ആകുന്നുള്ളൂ. ഈ താഴെ തന്നിരിക്കുന്നത് എന്താ? സോളാർ എനർജിയുടെ 4.3% മാത്രമേ C3 പ്ലാന്റ്സ് സ്റ്റോർ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ C4 പ്ലാന്റ്സ് സ്റ്റോർ ചെയ്യുന്നുള്ളൂ. തൊട്ട് മുകളിൽ പറഞ്ഞ 27% എന്ന് പറയുന്നത് ഇവർ ഉപയോഗിക്കുന്ന ആ ഫോട്ടോൺസിന്റെ കാര്യമാണ് പറയുന്നത്. അതിന്റെ 27% ആണ് അവരെന്ത് ചെയ്യുന്നത്, അവര് സ്റ്റോർ ചെയ്യുന്നത്. താഴെ പറയുന്നത് ഇവർക്ക് ലഭിക്കുന്ന സോളാർ എനർജിയുടെ 4.3% ആണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് ടേംസ് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ തോന്നും, സാറ് കുറച്ച് മുന്നേ 27 എന്ന് പറഞ്ഞു, ഇപ്പോഴത്തെ 4.3 എന്ന് പറഞ്ഞു. അത് രണ്ടാണ്. ഒന്നാമത്തത് അവർക്ക് കിട്ടുന്ന, അവർ ഉപയോഗിക്കുന്ന എനർജിയെ കുറിച്ചാണ് പറയുന്നത്, അതിന്റെ 27%. രണ്ടാമത്തത് സോളാർ എനർജിയുടെ എത്ര എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അവർ ഉപയോഗിക്കുന്നതും എല്ലാം കൂടെ ചേർത്താണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ 27% മാത്രം എനർജി കെമിക്കൽ എനർജി ആക്കി മാറ്റുമ്പോൾ ബാക്കി എവിടെ പോയി? മച്ച് എനർജി ഈസ് ലോസ്റ്റ് ആസ് ഹീറ്റ്. ബാക്കി 3/4 എനർജിയും എങ്ങോട്ട് പോയി? ഹീറ്റായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, only 50% of solar spectrum is absorbed by plants. നിങ്ങൾ ആലോചിക്കണേ, അതായത് സസ്യത്തിൽ വന്ന് വീഴുന്ന സൺലൈറ്റിന്റെ 50% മാത്രമേ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നുള്ളൂ. ഇതിനെ നമ്മൾ PAR, ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എന്ന് വിളിക്കും. PAR എന്ന് വിളിക്കും. അതായത് സസ്യങ്ങൾക്ക് ലഭിക്കുന്ന 100% എനർജിയും അവർ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അതിൻ്റെ 50% എനർജി മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ അവർക്ക് കിട്ടുന്ന ഈ 50% എനർജി ഉണ്ടല്ലോ, അതിനെ അല്ലേ അവരെന്ത് ചെയ്യുന്നത്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ 50% വലിച്ചെടുക്കുന്ന ഇവർ ആ 50%ന്റെ ഏറെക്കുറെ 100%ഉം അവർ ഉപയോഗിക്കും ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് നടത്താൻ വേണ്ടി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന നിയർലി 100, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട 95%. ചെടികള് 100, ഇപ്പൊ ഞാനൊരു യൂണിറ്റ് വെച്ച്, അല്ലെങ്കിൽ വെറും ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം, 100 പ്രകാശം ചെടിക്ക് കിട്ടിയെങ്കിൽ അതിൽ 50 പ്രകാശമേ ചെടി എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക, എളുപ്പത്തിന് വേണ്ടി. ഈ 50 പ്രകാശമാണല്ലോ ചെടി ഉപയോഗിക്കുന്നത്. ആ 50 പ്രകാശം ഏറെക്കുറെ പൂർണ്ണമായും ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിന് ഉപയോഗിക്കും. അതാണ് ഇവിടെ നിയർലി 100% എന്ന് പറയുന്നത്. അതാണ് നേരത്തെ നമ്മൾ 95% എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ നമ്മൾ ചെടി ആദ്യം വലിച്ചെടുത്ത 50 പ്രകാശത്തിന്റെ 27%, 1/4 മാത്രമാണ് ആ ചെടി എന്ത് ചെയ്യുന്നത്? കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ പിടികിട്ടിയോ? ഇപ്പൊ അതിന്റെ ഒരു കണക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്. ഇനി തൊട്ട് താഴേക്ക് വന്നപ്പോൾ ഇവർക്ക് കിട്ടിയ മൊത്തത്തിലുള്ള സോളാർ എനർജിയുടെ 4.3% ആണ് ഇവർ സ്റ്റോർ ചെയ്തതെന്നാണ് ഇവിടെ പറയുന്നത്. C3 ആണെങ്കിൽ 4.3, C4 ആണെങ്കിൽ 6%. ഇപ്പൊ ആ വ്യത്യാസം മനസ്സിലായോ? അത് ഓവറോൾ സോളാർ എനർജിയുടെ 4.3 എന്നാ പറയുന്നത്. നേരത്തെ കണ്ടത് ഈ 27% എന്ന് പറയുന്നത് അവര് അബ്സോർബ് ചെയ്തെടുത്ത 50%ന്റെ 27%നെ കുറിച്ചായി പറയുന്നത്. ക്ലിയർ ആണല്ലോ? അത് വ്യക്തമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇത് ഈ ലെവലിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം അത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഓക്കെ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. സുഹൃത്തുക്കളെ, നമ്മുടെ ലൈറ്റ് റിയാക്ഷൻസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഡിസ്കവറിയിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഹിൽസ് ഡിസ്കവറി. റോബർട്ട് ഹിൽസ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1937 റോബർട്ട് ഹിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രൂവ് ചെയ്തു. അതിന് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ക്ലോറോപ്ലാസ്റ്റിനെ എന്ത് ചെയ്തു? ഷോഡ് ഐസൊലേറ്റഡ് ക്ലോറോപ്ലാസ്റ്റ് തൈലാക്കോയിഡ്സ് കുഡ് റെഡ്യൂസ് കോമ്പൗണ്ട്സ് ഇൻസ്റ്റെഡ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. അതായത് ക്ലോറോപ്ലാസ്റ്റ് എന്നതിൽ നിന്ന് തൈലാക്കോയിഡ്സിനെ ഐസൊലേറ്റ് ചെയ്താൽ അവർക്ക് നമ്മുടെ Fe3+ പോലെയുള്ള പദാർത്ഥങ്ങളെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാർബൺ ഡയോക്സൈഡിനെ അല്ലാതെ അവർക്ക് ആരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? അവർക്ക് ഈ ഇത്തരത്തിലുള്ള Fe3+ പോലെയുള്ള പദാർത്ഥങ്ങളെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ റെഡ്യൂസ് ചെയ്തപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, കാർബൺ ഡയോക്സൈഡിനെ റെഡ്യൂസ് ചെയ്തില്ലെങ്കിൽ പോലും അവരെ ആരുണ്ടായിരിക്കുകയാണ്? ഓക്സിജൻ ഉണ്ടായിരിക്കുകയാണ്. ഹില്ലിന്
ഇതൊരു വലിയ ഒരു കണ്ടുപിടുത്തമായിട്ട് തോന്നി. കാരണം നമ്മൾ വിചാരിച്ചിരുന്ന എന്താ, കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് അതിനെ രൂപം മാറ്റി ഓക്സിജനാക്കി മാറ്റുമെന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല എന്ന് ഹില്ല് തെളിയിച്ചു. കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാതെ തന്നെ Fe3+ പോലെയുള്ള പദാർത്ഥങ്ങളെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിച്ചു? ഓക്സിജൻ എവല്യൂഷൻ ഉള്ളതായിട്ട് കണ്ടുപിടിച്ചു. അതിന്റെ അർത്ഥം എന്താ? ഹി പ്രൂവ്ഡ് ദാറ്റ് ഓക്സിജൻ കംസ് ഫ്രം വാട്ടർ ആൻഡ് നോട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. അവിടെയുള്ള വെള്ളത്തിൽ നിന്നാണ് ഓക്സിജൻ വന്നത്, കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നല്ല എന്ന് ഹില്ലിന് മനസ്സിലായി. കുട്ടികളെ, ഈ റിയാക്ഷനെയാണ് ഹിൽസ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ റിയാക്ഷനെയാണ് ഹിൽസ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. 4Fe3+ + 2H2O will give 4Fe2+ + O2 + 4H+. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല, ഇവിടെ പക്ഷേ ഓക്സിജൻ ഉണ്ടായിരിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ഡിസ്കവറിയാണ് അല്ലേ കുട്ടികളെ. ഇതിനെയാണ് ഹിൽസ് ഡിസ്കവറി എന്ന് വിളിക്കുന്നത്. വ്യക്തമല്ലേ? വ്യക്തമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ആണ് എന്ന് കരുതുന്നു. അപ്പൊ ഹില്ലിന്റെ ഈ കണ്ടുപിടുത്തം വളരെ പ്രസക്തമായ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ഇവിടുത്തെ നോർമൽ ഫംഗ്ഷൻ എന്താണ്? ലൈറ്റ് റെഡ്യൂസസ് NADP+ to NADPH അല്ലേ. ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ ലൈറ്റ് റിയാക്ഷനിൽ NADP+ NADPH ആയിട്ട് മാറും. ഫോംസ് ATP. അതോടൊപ്പം തന്നെ ഇതേ ലൈറ്റ് റിയാക്ഷനിൽ തന്നെ ATPയും ഉണ്ടാകും അല്ലേ. ഈ ATPയും NADPHും നമ്മുടെ C3 സൈക്കിൾ, കാൽവിൻ ബെൻസൺ സൈക്കിൾ, ഡാർക്ക് റിയാക്ഷനിലേക്ക് പോകും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. തൈലാക്കോയിഡ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഓക്സിഡേഷൻ ഓഫ് വാട്ടർ ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഫോട്ടോ സിസ്റ്റം 2മായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് വാട്ടർ സ്പ്ലിറ്റിംഗ്. അതിന്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. NADP+ റെഡ്യൂസ് ചെയ്ത് NADPH ഉണ്ടാകുന്നുണ്ട്. ATP ഫോർമേഷൻ, ഈവൻ ദോ ATP സ്ട്രോമയിലാണ് ഉണ്ടാകുന്നതെങ്കിലും അതിന്റെ ATP സിന്തേസും മറ്റു കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് തൈലാക്കോയിഡ് മെംബ്രെയിൻസിലാണ്. അപ്പൊ തൈലാക്കോയിഡുമായി ബന്ധപ്പെട്ട റിയാക്ഷൻസ് എന്ന് പറയുന്നത് വാട്ടറിന്റെ സ്പ്ലിറ്റിങ്, NADP+ന്റെ റിഡക്ഷൻ, ATPയുടെ ഫോർമേഷൻ, ഇതെല്ലാം തൈലാക്കോയിഡ് റിയാക്ഷൻസിന്റെ ഫലമാണ്. അത് എവിടെ ഉണ്ടാകുന്നു എന്നുള്ളതല്ല, ഫലമാണ്. സ്ട്രോമയിലെ റിയാക്ഷൻസോ കുട്ടികൾ, സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷൻസ് വരുന്നത് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷനും കാർബോഹൈഡ്രേറ്റ് സിന്തസിസും ഒക്കെ നടക്കുന്നത് ഈ സ്ട്രോമയിലാണ്. സ്ട്രോമയിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷനും കാർബോഹൈഡ്രേറ്റ് സിന്തസിസും ഒക്കെ നടത്തുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഏതൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് ഏതൊക്കെ ഭാഗങ്ങളിൽ നടക്കുന്നു എന്ന് ഇവിടെ നമുക്ക് പിടികിട്ടിയിട്ടുണ്ട്. വ്യക്തമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സെഷൻ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ കണ്ടന്റ് പഠിക്കണം. ഓക്കെ, അതിൻ്റെ അകത്ത് ഒരുപാട് റിയാക്ഷൻസും അതിൻ്റേതായിട്ടുള്ള ഫോട്ടോൺസിൻ്റെ മറ്റ് കാൽക്കുലേഷൻസ് എല്ലാം അതിൻ്റെ പരിധിയിൽ വരും. നമ്മൾ സാധാരണ ഫോട്ടോസിന്തസിസ് പഠിക്കുന്നത് പോലെയല്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ നമ്മൾ ഇതിൽ നിന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റുകളുടെ പ്രത്യേകതകൾ അത് നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു ലെവൽ കാര്യമല്ല. നമ്മുടെ പരീക്ഷയ്ക്ക് ഇതാണ്, അല്ലെങ്കിൽ നമ്മുടെ CSIR എക്സാമിന് ഇത്തരത്തിലുള്ള അറിവ് നമുക്കുണ്ടാവണം. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെന്റും കൂടിയാണ് കുട്ടികൾ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൈപ്രപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഒരു ഓഫർ, ഒരു ഓണം പ്രമാണിച്ച് ഒരു പുതിയൊരു ഓഫറിനെ കുറിച്ച് നിങ്ങളോടൊന്ന് സൂചിപ്പിക്കാനുണ്ട്. സുഹൃത്തുക്കളെ, കേരളത്തിൽ ഇതുവരെയും ആരും നൽകാത്ത രീതിയിലുള്ള ഒരു ഓഫറാണ്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ HSSC ബാച്ചും CSIR ബാച്ചും കൂടെ കമ്പൈൻഡ് ആയിട്ട് നൽകുന്നു എന്നുള്ളതാണ്. അത് കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾ HSSC സുവോളജി ആയിക്കോട്ടെ, ബോട്ടണി ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള HSSC ബാച്ചിനോടൊപ്പം CSIRന്റെ ക്ലാസ്സുകളും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പൈൻഡ് ബാച്ച് ഹൈപ്രപ്പ് ആരംഭിക്കാൻ പോവുകയാണ്. ഓക്കെ, അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വെറും 20,000 രൂപ മാത്രമാണ്. നിങ്ങൾ ആലോചിക്കുക, 2 പ്രധാനപ്പെട്ട കോഴ്സുകളാണ് 20,000 നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ ഒരാളും കൊടുക്കാത്ത, അല്ലെങ്കിൽ ഒരു സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ലഭ്യമാകാത്ത രീതിയിലുള്ള ഒരു ഓഫർ പ്രൈസാണ് ഇത്. നമ്മുടെ സെപ്റ്റംബർ 5 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓഫർ പ്രൈസിൽ ഈ കമ്പൈൻഡ് കോഴ്സസിൻ്റെ ഭാഗമാകാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു സൈഡിൽ നിങ്ങളൊരു ജോലിക്ക് വേണ്ടി പഠിക്കുമ്പോൾ മറു സൈഡിൽ നിങ്ങൾക്ക് സബ്ജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയും കൂടെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ നിങ്ങൾക്ക് ഒന്നിച്ച് ക്ലിയർ ചെയ്ത് വരുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കുക. ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കാതിരിക്കുക. അപ്പോൾ കുട്ടികളെ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, അതിന് മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
അപ്പോൾ കുട്ടികളെ, ഇന്നത്തെ നമ്മുടെ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു, നിങ്ങളുടെ കമൻസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.